നമ്മൾ മലയാളികൾക്ക് ഉച്ചയൂണിന് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത നമ്മുടെ സ്വന്തം കാച്ചിമോരിൻ്റെ റെസിപ്പിയാണിന്ന്. ആദ്യമായിട്ട് കാച്ചിമോര് ഉണ്ടാക്കുന്നവർക്ക് ഇതൊരു പെർഫെക്റ്റ് റെസിപ്പി ആയിരിക്കും. സ്ഥിരം ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതിലും ഈസിയാണോ നിങ്ങളുടെ കാച്ചിമോരെന്ന് പറയണേ. ഈ കാച്ചിമോര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 വറ്റൽമുളക് വേണം. ഇഞ്ചി, ഉള്ളി, കറിവേപ്പില, കടുക്, ഉലുവ, ജീരകം, പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തൈരും വെള്ളവും. എല്ലാ സാധനവും നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നു. വെളുത്തുള്ളി വേണ്ട കേട്ടോ. നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്നു. ഇതിലേക്ക് നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് കടുക്, ഉലുവ, ജീരകം ഇവ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. എണ്ണ ചൂടായോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈ ജസ്റ്റ് ഒന്ന് മുകളിൽ നോക്കിയാൽ മതി. അപ്പോൾ ചൂട് വരുന്നുണ്ടെങ്കിൽ നമുക്കത് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ താളിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കാച്ചിമോര് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നത്. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കണം, ഉള്ളി ഇട്ട് കൊടുക്കണം. ഇനി അത് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ടാണ്. ഇനി അതിലേക്ക് 2 വറ്റൽമുളക് ജസ്റ്റ് ഒന്ന് കീറിയിട്ടിടുക. വറ്റൽമുളകൊക്കെ ചൂടായി കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. എണ്ണയുടെ ആ ചൂടിൽ തന്നെ നമ്മുടെ വറ്റൽമുളകും ഉള്ളിയും എല്ലാം നന്നായിട്ട് മൊരിഞ്ഞു കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മോരിന് നല്ലൊരു കളറ് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഞാൻ 1/2 ലിറ്റർ തൈരിന് 200 ml വെള്ളമാണ് ചേർക്കുന്നത്. വെളുത്തുള്ളിയും തേങ്ങയും ഒന്നും ഇടാത്ത ഈ കാച്ചിമോര് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കാച്ചിമോര് ഉണ്ടാക്കാനായിട്ട് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ ഈ സമയം നമ്മൾ ഈ തൈര് ഒഴിക്കുന്ന സമയത്ത് അടുപ്പത്തുനിന്ന് ഒന്ന് വാങ്ങി വെച്ചിട്ട് നിങ്ങളിതെല്ലാം ഇളക്കുന്നതായിരിക്കും നല്ലത്. ചൂടടിച്ചാൽ തൈര് പെട്ടെന്ന് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമ്മൾ വീണ്ടും ആ ലോ ഫ്ലെയിമിലേക്ക് ഈ മിശ്രിതം എടുത്ത് വെച്ചിട്ട് പയ്യെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ തൈരിൽ ഒന്ന് ചൂട് കയറണം. അത് തിളക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂട് കയറിയാൽ മതി. ചൂടധികം ഇല്ലെന്ന് പറഞ്ഞാലും നമ്മുടെ തൈര് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും തൈരിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറി കാച്ചിമോരിൻ്റെയൊക്കെ ടേസ്റ്റിലേക്ക് വരുന്നത്. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചിട്ട് ഉപ്പിടാവുള്ളൂ, അല്ലെങ്കിൽ അപ്പോഴും പിരിയാൻ സാധ്യതയുണ്ട്. ചൂടും ഉപ്പുമാണ് കാച്ചിമോര് പിരിയാനായിട്ട് സാധ്യതയുള്ള 2 സ്ഥലങ്ങൾ. അപ്പോൾ അതേ നോക്കി നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ലൊരു കാച്ചിമോര് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണിൽ ഒന്ന് തൊടുകയും കൂടി ചെയ്യുക. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യാതെ തന്നെ നമ്മൾ പുതിയതായിട്ടിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.